ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന കാര്യമാണ് ഉണ്ണിയപ്പം അതുപോലെ നെയ്യപ്പം. പക്ഷേ ഒട്ടുമിക്കവർക്കും ഫ്ലോപ്പ് ആവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇത് രണ്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം, നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു നാടൻ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് പച്ചരി വെച്ചിട്ടുള്ള അളവുകളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെയിം അളവാണെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ആണെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെ എല്ലാം പകുതി അളവ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ശർക്കര ഉരുക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിവിടെ 800 ഗ്രാം ശർക്കരയാണ് 4 കപ്പ്, അതായത് നമ്മുടെ 250 ml കപ്പിന് 4 കപ്പ് പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 800 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശർക്കര നല്ലപോലെ പൊടിച്ചിട്ട് അത് ഉരുക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉരുക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ, ഞാൻ അപ്പോൾ ഇത് ഒരുപാടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വളരെ എളുപ്പം തന്നെ നമുക്കത് ഉരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം നമ്മളിത് മാറ്റി വെക്കാൻ. അതൊന്ന് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ശർക്കര മസ്റ്റായിട്ട് നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ, അതിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അതൊരു ഭാഗത്ത് അങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള 4 കപ്പ് പച്ചരി, നമ്മൾ ദോശയും ഇഡ്ഡലിയും നീർദോശയൊക്കെ ചെയ്യുന്ന പച്ചരിയാണ്. അത് ഞാനിവിടെ ഓൾറെഡി 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചാണ്, അതായത് രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ്. രാവിലെയാണ് ഇപ്പോൾ ഞാനിത് അരക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുതിർത്ത് വെക്കുമ്പം ആദ്യമേ തന്നെ കഴുകി എടുത്തതിന് ശേഷം കുതിർത്തിട്ട് വെക്കുക കേട്ടോ. നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകണ്ട, നന്നായിട്ട് കഴുകി അഴുക്കൊക്കെ കളഞ്ഞിട്ട് കുതിർത്തിട്ട് വെക്കുക. പിന്നെ ഒരുപാട് ടൈം നമ്മളിത് വെള്ളത്തിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല്, അതായത് അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളത് ഉണ്ണിയപ്പം ചെയ്താലും ആ സ്മെല്ലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും അത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റിയില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് കഴുകി എടുത്തിട്ട് ഊറ്റിയെടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി, ആ ഒരു സ്മെല്ല് ഒഴിവായി കിട്ടാനും. അപ്പോൾ നമ്മളിവിടെ 4 കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെള്ളം വാർത്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 കപ്പ് ശർക്കരപ്പാനിയാണ്, ചൂടൊക്കെ ആറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മളിത് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് ആദ്യം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയുടെ വലിയ ജാറാണെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിന് ഹെവി ലോഡാകുമ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് സ്റ്റെക്കാവും മിക്സി. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറേശ്ശെയായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ 2 കപ്പ് പച്ചരി ചേർത്തിയിട്ടുണ്ട്. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പോളം ശർക്കരയുടെ വെള്ളം, നമ്മൾ ശർക്കരയുടെ വെള്ളം റെഡിയാക്കി വെച്ചതാണ് ഒഴിക്കുന്നത്. ഒരുപാട് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അരച്ചെടുക്കരുത് കേട്ടോ, കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്കൊക്കെ ആകെ നമ്മുടെ ഈ ഒരു അരി തെറിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 1/4 കപ്പ് മതി, അത് ചേർക്കുക. അതിൻ്റെ കൂടെ ഇനി നമുക്കിത് അരച്ചെടുക്കുമ്പോൾ തന്നെ പഴം ചേർക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലും പഴം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം നമ്മുടെ ചെറുപഴം, അതല്ലെങ്കിൽ നമ്മുടെ പാളയംകോടൻ പഴം എന്ന് പറയില്ല, അതാണ് വേണ്ടത്, ചെറുതായിട്ടുള്ള പഴം. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് ഒരു 4 പഴം എടുത്തിട്ടുള്ളൂ. പഴം ഒരുപാട് ചേർക്കുമ്പം ഉണ്ണിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് എണ്ണ പിടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സൈസിലുള്ള 4 പഴമാണ്. അപ്പോൾ അത് 2 എണ്ണം നമുക്ക് ഈ ഒരു ബാച്ചിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. നിങ്ങൾ അരച്ചെടുക്കുമ്പം ഒരുപാട് ടൈം അരച്ച് സോഫ്റ്റ് ആക്കിയിട്ട്, അതായത് നന്നായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതായത് എങ്ങനെ ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ ദോശക്കൊക്കെ അരക്കുമ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ടല്ല അരച്ചെടുക്കുക. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പം നമ്മുടെ കൈ കൊണ്ട്, അതായത് 2 വിരലിൻ്റെ അടിയിൽ വെച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ തരി കാണും. ഒരുപാട് അരി എടുത്ത് കാണിക്കരുത് കേട്ടോ, ചെറുതായിട്ട് ഇതുപോലെ കാണുന്നുണ്ടാവും, ചെറുതായിട്ടൊരു തരി വേണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ണിയപ്പത്തിനാണേലും അതുപോലെ തന്നെ നെയ്യപ്പത്തിനൊക്കെ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒത്തിരി നന്നായിട്ട് അരച്ച് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കുന്ന പോലെയല്ല ചെയ്യുന്നത്. ഈ ഒരു തരിയോട് കൂടിയിട്ട് വേണം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ബാച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുള്ള മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്യാം.
ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. അതായത് ബാക്കിയുള്ള 2 കപ്പ് പച്ചരി, പിന്നെ അതുപോലെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് ഇതിലേക്കും നമ്മൾ പഴം ചേർക്കാം, ചെറുപഴം ചേർക്കാം. വേണമെങ്കിൽ 5 വരെ ചേർക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പഴം വളരെ ചെറുതൊക്കെ ആണെങ്കിൽ 5 6 വരെ ചേർക്കാം. അതല്ല ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ 4 5 മതിയാകും. ഇനി ഇതും കൂടെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ചെറിയ തരിയോട് കൂടിയിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇതുകൂടെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ഒരു മാവ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചിട്ടെടുക്കണം. ഈ ഒരു സമയം ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുമ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ടായിരിക്കും. പക്ഷെ നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ എടുക്കുമ്പം ചെറിയൊരു ടൈറ്റ് കാണും. അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു ലൂസ് വേണം. ഈ ഒരു ലൂസും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ചെറിയൊരു തരി കൂടെ വേണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണം. അതുപോലെ എള്ള് ചേർക്കുന്നവരുണ്ട്, അത് താല്പര്യമുള്ളവർക്ക് എള്ള് ചേർക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽമയുടെ പ്യുവറായിട്ടുള്ള നെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ RKGയുടെ പ്യുവറായിട്ടുള്ള നെയ്യൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 2 പിടി തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് ഇങ്ങനെ കനം കുറഞ്ഞ്, വളരെ കട്ടിക്കല്ലാതെ കനം കുറഞ്ഞ് തേങ്ങാക്കൊത്തായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചൂടായിട്ടുള്ള നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് വലിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ കളറങ്ങ് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ, നല്ല ഭംഗിയുള്ളൊരു കളറാവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി എള്ള് ചേർക്കുന്നവർക്ക് ഈ ഒരു സമയത്തിലേക്ക് 1 2 ടീസ്പൂൺ എള്ള് കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ എള്ള് ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. കറുത്ത എള്ളില്ല, അതാണ് നമ്മൾ ചേർക്കാറ്. അത് വേണമെങ്കിൽ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എള്ള് ഒഴിവാക്കുകയാണ്. ഇനി നമ്മളിത് ചൂടോട് കൂടിയിട്ട് നമ്മുടെ മാവിൽ ഒഴിക്കരുത്. ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിക്കാം, ഒത്തിരി ചൂടോട് കൂടിയിട്ട് ഒഴിക്കണ്ട. അപ്പോൾ അത് ഒന്ന് ചൂട് പോകും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കണം. ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഫ്ലേവറൊക്കെ എങ്ങനെയാണോ നോക്കിയിട്ട് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ളു ഉപ്പ്, കൂടരുത് കേട്ടോ. ഉപ്പ് 2 നുള്ളു മാത്രം മതി. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു ഉപ്പും അതുപോലെ തന്നെ ഏലക്കയുടെ പൊടിയും നമ്മുടെ ബാറ്ററിലെ എല്ലാ ഭാഗത്തും എത്തണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്ത് നെയ്യോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഉണ്ണിയപ്പം ചെയ്യുന്നവർ നന്നായിട്ട് കൈ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ ഉണ്ണിയപ്പം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട്. കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇങ്ങനെ തവി വെച്ചിട്ടൊന്നല്ല, കൈ വെച്ചിട്ടാണ് ബാറ്ററൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാറ്. പക്ഷെ ഇപ്പം നമ്മളൊക്കെ സ്പാച്ചിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു തേങ്ങാക്കൊത്തും നെയ്യ് കൂടെ ഒക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വേറെ നമ്മളിത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒരു 8 മണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഇത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 8 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കിയിട്ട് 8 മണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ കൂടുതലായിട്ടോ. ഇനി നമ്മൾ ഇതിപ്പം ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ടാവും നമ്മുടെ ബാറ്റർ. നമ്മൾ ആ ഒരു വെച്ച സമയത്തുള്ള അത്രയും ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവില്ല. ഒരുപാട് തിക്കായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി ശർക്കരപ്പാനി കൂടി ചേർക്കാം കേട്ടോ. വെള്ളം ചേർക്കണ്ട, ശർക്കരപ്പാനി തന്നെ ചേർത്തിയാൽ മതി. പക്ഷെ ഇതിപ്പോൾ മിക്സ് ചെയ്യുമ്പം അത്യാവശ്യം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് മാവിൻ്റെ. അതുകൊണ്ട് ഞാനൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. കുഴികളൊക്കെ വളരെ ചെറുതാണ്, ഡെപ്ത് ഉണ്ട് എങ്കിലും വളരെ ചെറിയ ഉണ്ണിയപ്പം തയ്യാറാക്കാനേ പറ്റുള്ളൂ. നമ്മുടെ മുമ്പുള്ള ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കുഴി നല്ല ആഴമുണ്ടാവും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ണിയപ്പാണെങ്കിലും നെയ്യപ്പൊക്കെയും ചെയ്യുമ്പം ഈ ഒരു ഓയിലിൻ്റെ ചൂടാണ്. ഒരുപാട് ഓയിൽ ചൂട് കുറഞ്ഞിരുന്നാൽ ഉണ്ണിയപ്പത്തിലേക്ക് ഓയിൽ പിടിക്കും. അതുപോലെ തന്നെ ചൂട് കൂടി കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറിയിട്ട് ഉൾഭാഗം വേവാതെയും വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം ചെറുതായിട്ട് ഇട്ട് നോക്കുക ആ ഒരു ഓയിലിൻ്റെ ചൂടൊന്ന് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നു. അപ്പോൾ ഓയിൽ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തവി എടുത്തിട്ട് കുറേശ്ശെയായിട്ട് മാവ് ഈ ഒരു കുഴിയിൽ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആ ഒരു കുഴിയുടെ അത്ര അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത്തിരി താഴെ മാവ് നിൽക്കുന്ന അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ
ചെറിയ കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ആകുമ്പം നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ പുറത്തേക്ക് വല്ലാണ്ട് തുളുമ്പിയിട്ട് വരും. അപ്പോൾ അത് റിസ്ക്കാണ്. അപ്പോൾ അത്രയ്ക്ക് എടുക്കണ്ട, ചെറുതായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ പൊങ്ങി വരുന്ന സമയം മാത്രം നമ്മളത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് തിരിച്ചിട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമാണ്. മാത്രമല്ല തിരിച്ചിട്ട് കഴിഞ്ഞാലും അത് ആ ഓയിലിൽ കിടന്നിട്ട് ആ കുഴിയിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കും. പക്ഷെ നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കരുതിയിട്ട് കൂടുതൽ ഒഴിക്കണം കേട്ടോ. അതിങ്ങനെ തിരിച്ചിടുമ്പോഴും എല്ലാ ഭാഗവും ഓയിൽ തട്ടാൻ കണ്ടിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ പൊങ്ങിയിട്ട് ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറി വരുമ്പം സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അപ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതുപോലൊരു സ്ക്യൂർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പം സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു 1-2 സ്ക്യൂർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്കൊന്ന് പെട്ടെന്ന് പ്രസ് ചെയ്യാനൊക്കെ പറ്റും. എന്താണെന്ന് വെച്ചാൽ എണ്ണ തുളുമ്പുന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും സ്ക്യൂർ വെച്ചിട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പപ്പടത്തിൻ്റെ കോല് വെച്ചിട്ടാണ് ചെയ്യുക, പെട്ടെന്ന് കുത്തിയെടുക്കാനൊക്കെ പാകത്തിന്. ഇത് കണ്ടോ, ഒരു ഭാഗം നല്ലൊരു ഭംഗിയുള്ള കളറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഉള്ളു വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് പുറം വശം ഒന്നും കൂടെ കളറ് ഡാർക്ക് ആവും കേട്ടോ. പക്ഷേ അങ്ങനെ കരിഞ്ഞു പോകുന്നില്ല, നന്നായിട്ട് ഉള്ളു വെന്ത് കിട്ടുമ്പോൾ അത്രത്തോളം കളറാവുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ കളറ്. അപ്പോൾ ഇതിങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടോ അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഓയിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു വശം നന്നായിട്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സ്ക്യൂർ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കാൻ എളുപ്പമാണ്. നന്നായിട്ട് ഇങ്ങനെ ഓയിൽ വാർത്തെടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്, ഓയിലിൻ്റെ ചൂട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പിടിക്കുമെന്ന് വിചാരിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറം വശം പെട്ടെന്ന് കളറൊക്കെ മാറിയിട്ട് ഉൾവശത്തേക്ക് വേവില്ല, മാവ് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ്, മാവ് ഉള്ളിൽ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ടും ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബാറ്റർ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് സമയം എടുത്ത് വെക്കാം, ഫ്രിഡ്ജിലും എടുത്ത് വെക്കാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ അത് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. തണുപ്പോട് കൂടിയിട്ട് ഓയിൽ ഒഴിക്കരുത്. ഇപ്പോൾ ബാറ്ററൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് കംപ്ലീറ്റ് തണുപ്പൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഉണ്ണിയപ്പമായിട്ട് ചുട്ടിട്ട് എടുക്കാം. നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിനെ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, നന്നായിട്ട് ടൈറ്റായിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യണേ. അതിലേക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഒട്ടും തന്നെ എന്താ പറയുക, ആ ഒരു നമ്മളതിൽ ഒഴിക്കുമ്പം പ്രത്യേകിച്ച് മാവ് പൊട്ടി പോകുന്നൊന്നുമില്ല. പലപ്പോഴും നമ്മൾക്ക് വരുന്നതാണ് മാവ് ഇങ്ങനെ പൊട്ടിയിട്ട് ഒലിക്കുന്നതൊക്കെ. കണ്ടോ, ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഒട്ടും തന്നെ മാവ് എവിടെയും കട്ട പിടിച്ച് നിൽക്കുന്ന ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ണിയപ്പം തയ്യാറാക്കിയിട്ട് നോക്കുക. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ടിപ്സൊക്കെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണോ അത് നിങ്ങൾ കമൻസിൽ വന്നിട്ട് പറയാം. പിന്നെ വീണ്ടും നമുക്ക് നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക് യു. അസ്സലാമു അലൈക്കും.